എല്ലാവർക്കും അൾട്രാ വയലറ്റ് F77 സൂപ്പർ സ്ട്രീറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ റൈഡ് റിവ്യൂവിലേക്ക് സ്വാഗതം. ഇവനാണ് ഐറ്റം. 10 കിലോ വാട്ടുള്ള ബാറ്ററി പാക്കാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്ന ബാറ്ററി പാക്കാണ്. ഇത് ഇവരുടെ ടെസ്റ്റ് ബൈക്കാണ്. അതായത് 1,50,000 കിലോമീറ്റർ ഓൾറെഡി ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടിയിൽ. അപ്പം ഇപ്പോഴും ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 95% കേപ്പബിളാണ് എന്നാണ് ഇവർക്ക് ടെസ്റ്റ് ചെയ്തപ്പം മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അതൊരു മികച്ച കാര്യമാണ്. അവരുടെ ഒരു ക്വാളിറ്റിയാണ് നമുക്കിതിൽ നിന്നൂടെ അവർ പ്രൂവ് ചെയ്തു തരുന്നത്. ഇതുണ്ടോ, ബാറ്ററി പാക്ക് ഇരിക്കുന്നുണ്ടോ, ഏറ്റവും അടിയിലാണ്. സോ വെയ്റ്റിൻ്റെ കാര്യം നോക്കുമ്പം സെൻട്രലിൽ നിന്ന് നമുക്ക് ഒരുപാട് താഴേക്കാണ് വെയിറ്റ് വരുന്നത്. ബാക്കി മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വയറിംഗ് കിറ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെയാണ് മോട്ടർ വരുന്നത്. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? അപ്പോൾ നമുക്ക് ഡിസൈൻ്റെ കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. പ്രത്യക്ഷത്തിൽ വലിയ മാറ്റങ്ങളൊന്നും F77 Mark 2 നോക്കുമ്പം ഒന്നും നമുക്ക് തോന്നത്തില്ല. പക്ഷേ നേരിട്ട് കാണുന്ന സമയത്ത് ഇതിൽ വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സെക്ഷനാണ്. അപ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട വ്യത്യാസം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാൻഡിൽ ബാർ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ക്ലിപ്പ് ഓൺസ് ചേഞ്ച് ചെയ്തു. പിന്നെ ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന ഒരു എയറോഡൈനാമിക് ആയിട്ടുള്ള ഈ ഒരു പോർഷനും, അതായത് ഒരു ഫൈബർ പാർട്ടാണ്, ഈ ഒരു സംഗതിയും മാറ്റിയിട്ടുണ്ട്. അതിന് അൾട്രാ വയലറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു വിൻസ്ക്രീൻ ഇവിടെ വരുന്നില്ലെങ്കിലും, എയറോഡൈനാമിക് ആയിട്ടുള്ള വിൻസ്ക്രീൻ വരുന്നില്ലെങ്കിലും, നമ്മൾ ഹൈ സ്പീഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു 60-70 പ്ലസ് പോകുന്ന സമയത്താണ് നമുക്ക് എയർ ഡ്രാഗ് ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പം അതൊഴിവാക്കാനായിട്ട് മാക്സിമം എയർ ഫ്ലോ ഉള്ളിലേക്ക് പോയി റൈഡറിൻ്റെ മുഖത്ത് അധികം വരാത്ത രീതിയിലേക്ക് ഇതിനെ വെൽ ബിൽറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഈ കാണുന്ന ഓരോ വെൻസിലൂടെ എയർ തുളച്ച് വേറൊരു ഡയറക്ഷനിലേക്ക് പോകുന്ന സെറ്റപ്പിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഈ ഹെഡ്ലൈറ്റിൻ്റെ അടിഭാഗത്തേക്ക് വരുന്ന എയർ ഇതിലൂടെ പാസ് ചെയ്ത് ഈ ഒരു ടാങ്ക് പോലെ വരുന്ന ഏരിയയിൽ നിന്ന് ഹെൽമെറ്റ്, ഒരു റൈഡറിൻ്റെ ഹെൽമെറ്റിൻ്റെ മുകളിലേക്കാണ് അത് ജമ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ എയറോഡൈനാമിക്സ് വളരെ മികച്ച ഒരു രീതിക്കാണ് അൾട്രാ വയലറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ 4ഓളം കളേഴ്സ് അവൈലബിൾ ആണ്. വൈറ്റ്, ബ്ലാക്ക്, അതുപോലെ തന്നെ റെഡ്, യെല്ലോ, അങ്ങനെ അടിപൊളി കളേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ലുക്ക് വൈസ് ബ്ലാക്ക് ഡയറക്റ്റ് കാണാനായിട്ട് നല്ല അഗ്രസീവ് ലുക്കാണ്, നല്ലൊരു മസ്കുലർ ഫീല് അതിന് കൊടുക്കുന്നുണ്ട്. മറ്റ് സ്പെസിഫിക്കേഷൻസ് എല്ലാം ഓവറോൾ സിമിലർ ആണ് അൾട്രാ വയലറ്റ് F77 കാര്യമായ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. 10 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കാണ്. സെയിം F77 സെയിം ബാറ്ററി പാക്കാണ്. മോട്ടോറും സെയിം ആണ്. പിന്നെ ഡ്യുവൽ ചാനൽ ABS, അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ 3 ലെവൽസ് വരുന്നുണ്ട്, റീജൻ 10 ലെവൽസ് വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു ഇലക്ട്രിക് ബൈക്കിൽ അൾട്രാ വയലറ്റിലാണ് ഈ ഒരു F77 അല്ലെങ്കിൽ സൂപ്പർ സ്ട്രീറ്റ് വേർഷൻസിലാണ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. വേറെ ഒരു ബൈക്കിലും ഇലക്ട്രിക് ബൈക്കിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല. പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് UVDSC, അതായത് ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ. അത് വേറൊരു ബൈക്കിലും ഞാനൊരു ഇലക്ട്രിക് ബൈക്കിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹൈ സ്പീഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇൻ കേസ് ഒരു ഗട്ടറിൽ ചാടി, ഫ്രണ്ട് വീല് ഗട്ടറിൽ ചാടി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഷെയ്ക്ക് വന്നു, അത് ആ സമയത്ത് വണ്ടി നമ്മളുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകാതെ വണ്ടി സ്റ്റേബിളായിട്ട് സ്ട്രെയിറ്റ്, ഹാൻഡിൽ ബാർ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് റൈഡറിന് കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റും, വോബിൾ ചെയ്യത്തില്ല. അപ്പോൾ അതൊരു 2 years ആയിട്ട് അവർ R&D നടത്തിയിട്ടാണ് അങ്ങനെ ഒരു സംഗതി ഇതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 155 കിലോമീറ്ററാണ് അൾട്രാ വയലറ്റ് ക്ലെയിം ചെയ്യുന്നത്. അതിന് മേലെ ഇത് പോകും. 3 റൈഡിംഗ് മോഡുണ്ട്: ഗ്ലൈഡ്, കോമ്പാറ്റ്, ബാലിസ്റ്റിക്. അപ്പം ഗ്ലൈഡ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റായിട്ട് ഓടിക്കാൻ പറ്റിയ, വലിയ അഗ്രസീവ് പവറൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ട് ബിഗിനേഴ്സിനുമൊക്കെ ഓടിക്കാൻ പറ്റും. കോമ്പാറ്റ് മോഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ പവറുണ്ട്, എന്നാൽ കുറച്ച് എക്കണോമിക്കലായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ റേഞ്ച് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാലിസ്റ്റിക് എന്ന് പറയുന്നത് എക്സ്ട്രീം പവർഫുൾ റേഞ്ച് അല്ല, അവിടെ നമുക്ക് ഇതിൻ്റെ മാക്സിമം പെർഫോമൻസ് 100 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ മോഡ് എന്ന് പറയുന്നത് ബാലിസ്റ്റിക് ആണ്. അപ്പം റിയർ വീലിൽ 100 Nm ടോർക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 40 bhp ആണ്. വളരെ ക്വിക്കാണ്, വളരെ അഗ്രസീവാണ് ബാലിസ്റ്റിക് മോഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡൽ നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40 km/h ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു
250+ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഒരു 270 ഒക്കെ കിട്ടിയ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത് നമ്മളുടെ റൈഡിങ് കണ്ടീഷനും എൻവയൺമെൻറ്റ് അനുസരിച്ചിരിക്കും. എന്തായിരുന്നാലും 250 ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുകയാണെങ്കിൽ കിട്ടും. ഒരു 150 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒക്കെയാണ് നമുക്ക് ബലിസ്റ്റിക് മോഡിൽ കവർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ എർഗണോമിക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡിൽ ബാർ കുറച്ച് അപ്രൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടും കംഫർട്ടബിളായിട്ടും ടേൺ ചെയ്യാനും അതുപോലെ ഹാൻഡിൽ ചെയ്യാനും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം അതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമുക്ക് ഹാൻഡ്ലിങ് കുറച്ചുകൂടെ ഈസിയാണ്. അതുപോലെ തന്നെ അപ്രൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈയും കാര്യങ്ങളൊക്കെ റിലാക്സ്ഡ് ആണ് കുറച്ചുകൂടെ. അപ്പോൾ ഒരുപാട് കമ്മിറ്റഡ് ആയിട്ട് നമുക്ക് ഓടിക്കേണ്ടി വരുന്നില്ല. ഈ ഹാൻഡിൽ ബാറിൽ വന്നിരിക്കുന്ന ആ മാറ്റം തന്നെയാണ് ഈ വണ്ടിയുടെ ഏറ്റവും കംഫർട്ടിന് ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. മാക് 2 ആണെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ബാർ ഈ ക്ലിപ്പ് ഓൺസ് വരുന്നത് ഇവിടെ താഴ്ന്നിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അഗ്രസീവായിട്ട് ഇങ്ങനെ റൈഡ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് നിവർന്നിരുന്ന ഒരു സ്ട്രീറ്റ് ബൈക്ക് ഓടിക്കുന്ന പോലെ കംഫർട്ടബിളായിട്ട് സിറ്റിയിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ കോർണർ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ കിടന്നൊക്കെ ഓടിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈഡ് ഹാൻഡിൽ ബാർ കുറേ കൂടെ നമുക്കൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്. സസ്പെൻഷൻ സെറ്റപ്പ് കുറച്ച് സ്റ്റിഫർ സൈഡ് തന്നെയാണ്. പിന്നെ സീറ്റും കുറച്ച് സ്റ്റിഫാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓഫ് റോഡ് ബൈക്ക് കൊണ്ടു നടക്കുന്ന പോലെ അല്ല ഇത് കൊണ്ടു നടക്കാൻ പറ്റുന്നത്. അതായത് മെയിനായിട്ട് നമുക്ക് സിറ്റി അതുപോലെ ഹൈവേയിലും അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും. ഇപ്പോൾ സസ്പെൻഷൻ്റെ ഒരു സ്റ്റിഫർ സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഗട്ടർ ചാടുമ്പോൾ അറിയുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഒരുപാട് കമ്മിറ്റഡ് അല്ലാത്തതുകൊണ്ട് ഈസി ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്തെ പ്ലസ് പോയിൻറ്റ്. ഫ്ലിക്കബിലിറ്റി ബെറ്റർ ആയിട്ടുണ്ട്, ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ ബാർ അത്യാവശ്യം നല്ല രീതിയിൽ റേസ് ആക്കിയത് കൊണ്ട് തന്നെ. അതായത് മെയിനായിട്ട് കമ്പയർ ചെയ്യാനുള്ളത് ഇതിൻ്റെ F77 മാക് 2 എഡിഷനെ വെച്ചിട്ട് തന്നെയാണ്. അപ്പം ആക്സസറീസിൻ്റെ കാര്യം പറയുമ്പം സ്പാനിയേഴ്സ് വരുന്നുണ്ട്. അൾട്രാവയലറ്റിൻ്റെ തന്നെയാണ്. നല്ല അടിപൊളി ഡിസൈനാണ്, നല്ല എയറോഡൈനാമിക് ആണ് 2 അതുപോലെ തന്നെ ടോപ്പ് ബോക്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സോഫ്റ്റ് പാനേഴ്സും വരുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈനും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ പ്രീമിയം ലുക്ക് തരുന്ന ഒരു ഡിസൈനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ കോമ്പാക്റ്റ് ആണ് കേട്ടോ, ഓവർ സൈസ് ഇല്ല, പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ടൂറിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എയറോ ഡിസ്ക് വരുന്നുണ്ട്, സ്ക്രീൻ ഗാർഡുണ്ട്, അതുപോലെ തന്നെ ലിവർ ഗാർഡ് വരുന്നുണ്ട്. ഈ കാണുന്നത് ഇത് അടിപൊളി ഒരു ഐറ്റമാണ്. ക്രാഷൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ കിട്ടും. ടാങ്ക് ഗ്രിപ്സ് വരുന്നുണ്ട്, TPMS വരുന്നുണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, പഞ്ചർ കിറ്റും വരുന്നുണ്ട്. ഈ കാണുന്ന ഒരു സംഗതി കണ്ടോ, ഇത് അൾട്രാ വയലറ്റിൻ്റെ UV ലിങ്ക് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അഡാപ്റ്ററാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നിങ്ങൾ നോക്കിക്കണം. എന്താണ് വ്യത്യാസം എന്ന് മനസ്സിലായല്ലോ. അതായത് ബേസിക്കലി നമുക്ക് കാറുകളിൽ വരുന്ന ചാർജർ എന്ന് പറയുന്നത് അതിൻ്റെ സെറ്റപ്പ് ഇത് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാറുകളുടെ ചാർജിങ് സ്റ്റേഷൻസ് ഒരുപാട് അവൈലബിൾ ആണ്. സോ നമുക്ക് ബൈക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഗതി നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കാറിൻ്റെ ചാർജറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യുക. അപ്പം ഇവിടെ ഒരു 3-പിൻ സോക്കറ്റ് വരും. അപ്പം നമ്മളുടെ ബൈക്ക് അൾട്രാവയലറ്റ് F77ൻ്റെ ഈ ഒരു ചാർജിങ് 3-പിൻ പ്ലഗ് ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യുക, നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പം കാറുകളുടെ ചാർജിങ് നെറ്റ്വർക്കിൽ നിന്നും ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3000 റുപ്പീസാണ്. അപ്പോൾ ഇത് അൾട്രാവയലറ്റിന് മാത്രമല്ല, നമ്മളുടെ ചേതക് അതുപോലെ തന്നെ ഏത്തർ അങ്ങനെയുള്ള പല സ്കൂട്ടേഴ്സിൽ നമുക്ക് ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം വളരെ ഫ്രണ്ട്ലി ആക്കുക, യൂസർ ഫ്രണ്ട്ലി ആക്കുക എന്നുള്ള ഒരു എയിമാണ് അൾട്രാവയലറ്റിനുള്ളത്. എങ്ങനെയുണ്ട്, ഇത് പൊളിയല്ലേ? UV സൂപ്പർനോവ എന്ന് പറയുന്ന ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ് ആണ്. ഇത് മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഈസി ആയിട്ട് ചാർജ് ചെയ്യാം. 1 ഹവറിൽ 0 to 80% നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന ബേസിക് ചാർജറാണ് ഇത്. 1.3 കിലോവാട്ട് വരുന്ന ചാർജറാണിത്. ഇത് നമുക്ക് അഡീഷണൽ ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. ബൂസ്റ്റ് ചാർജർ ഇതിന് 42,000 ആണ് പ്രൈസ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് പറയുന്നത് 2.99 lakhs ആണ്. അതായത് അതൊരു ഇൻട്രൊഡക്ടറി പ്രൈസാണ്. നിങ്ങളിത് ഒരിക്കലെങ്കിലും ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കണം കേട്ടോ. വണ്ടി വാങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ ഇപ്പോൾ കൊച്ചിയിലൊക്കെ ടെസ്റ്റ് റൈഡ് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായിരുന്നാലും ഇത് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക, നിങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആവും. അപ്പോൾ അതുപോലെ ബിൽറ്റ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ് അൾട്രാ വയലറ്റ് F77 സൂപ്പർ സ്ട്രീറ്റ്. അപ്പം ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കിപ്പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ വിളിക്കാറുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കീടു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.